അപ്പോൾ ഇന്ന് മോനെ ഹോസ്പിറ്റലാക്കിയിട്ട് വരുന്ന വഴിക്ക് വാങ്ങിച്ചതാണ് ഈ ആടിൻ്റെ ബോട്ടി. അപ്പോൾ 2 വാങ്ങിച്ചു, കുഞ്ഞാടിൻ്റെതാണേ. അപ്പോൾ ഇത് അൾസർ ഉള്ളവർക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. 1-2 തവണ ഞങ്ങൾ വാങ്ങിച്ചു. ഇവിടെ അമ്മയ്ക്ക് അൾസറുണ്ട്, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാനെടുത്ത് അതിനകത്തുനിന്ന് എടുത്ത് ഇങ്ങനെ തട്ടിയതിന് ശേഷം അതൊക്കെ ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ത്തുള്ളതൊക്കെ ഇങ്ങനെ പുറത്ത് വരണമല്ലോ, അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് കീറി എടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. അങ്ങനെ അതും ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ആടിൻ്റെ പുതപ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, കമ്പിളി പോലെ ഇരിക്കുന്ന ഈ സംഭവം, അതൊന്ന് തിളച്ച വെള്ളത്തിലിട്ട് കഴുകിയാൽ അതൊന്ന് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഇളകി വരുള്ളൂ. അങ്ങനെ ഞാനും അമ്മയും കൂടെ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ ഒരുപാട് പാടാണ് കേട്ടോ, സമയം ഒരുപാട് വേണം ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നല്ലതുപോലെ കഴുകിയെടുത്ത്, ഒരുപാട് വെള്ളത്തിൽ കഴുകിയെടുത്ത് കേട്ടോ. എന്നിട്ട് ഇതാ കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കുറച്ച് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഞങ്ങൾ വേവിക്കാൻ പോയാണ്. ഏകദേശം ഒരു 15-20 വിസിൽ വരെ കേട്ടാൽ ഇത് നല്ലതുപോലെ വേവുള്ളൂ. അതിനുശേഷം ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചാൽ ജോലി എളുപ്പമാവും, അതുകൊണ്ട് പെട്ടെന്ന് അതൊന്ന് കഴുകി വെച്ചു. എന്നിട്ട് ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് സിങ്കും ഒന്ന് വൃത്തിയാക്കിയിട്ട്, അപ്പോൾ ഇവിടെ വെച്ച് അത് ക്ലീൻ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് ഉറുമ്പ് വരും, അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ സോപ്പിട്ടൊക്കെ കഴുകിയെടുത്തു. എന്നിട്ട് ഇത് അമ്മ പെട്ടെന്നൊരു രസം വെച്ചു കേട്ടോ. ഈ തക്കാളിയൊന്നും ഇടാതെ പുളി രസം എന്ന് പറയും, അങ്ങനെ ആ ഒരു രസം വെച്ചു. നല്ല ടേസ്റ്റാണ് ഈ രസത്തിന്. അങ്ങനെ ആ രസവും വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇതൊന്ന് അരപ്പൊക്കെ ഇട്ട് നമ്മുടെ മട്ടൻ കറി വയ്ക്കുന്നത് പോലെ ഈ ബോട്ടി വയ്ക്കാനേ. അപ്പോഴത്തേക്ക് മക്കൾ പറഞ്ഞു അവർക്ക് അങ്ങനെ വയ്ക്കണ്ട, ഇത് വിശക്കുന്നെന്നൊക്കെ പറഞ്ഞു, അത് വയ്ക്കുമ്പോൾ ലേറ്റ് ആവുമല്ലോ, അതുകൊണ്ട് ഞാൻ അത് വെച്ചില്ല. അപ്പോഴിങ്ങനെ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ഈ അൾസർ ഉള്ളവർക്കും ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്, അരപ്പൊന്നും ഇടാതെ പൊടികളൊന്നും ചേർക്കാതെ ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ അരപ്പൊന്നും ഇടാതെ തന്നെ ഇങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പോൾ ആ രസവും ഈ ഒരു ബോട്ടി ഇങ്ങനെ വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച ഒരു കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പട്ടിയാണ് കേട്ടോ മോനെ ഇന്ന് ഉപദ്രവിച്ചത്.